ഡോക്ടർ ഇപ്പോൾ നോമ്പുകാലം വരാൻ പോകണം. അപ്പോൾ നമ്മുടെ നോമ്പ് കാലത്ത് ഒരു എക്സസൈസ് നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ? നമ്മൾ നോമ്പ് കാലത്ത് ആക്ച്വലി വർക്കൗട്ട് ചെയ്യണം. ഓക്കെ. നമ്മൾ ചെറിയ രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. വെച്ചാൽ നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഒരു മെയിൻ്റനൻസ് ആവശ്യമാണ്. അപ്പോൾ പ്രോപ്പർ വർക്കൗട്ട് വേണം. പക്ഷേ നമ്മുടെ ബോഡിക്ക് നമ്മളുള്ള മസിൽസ് മെയിൻറ്റെയിൻ ചെയ്യുക, മസിൽ ലോസ് വരാതിരിക്കാൻ നോക്കുക. ഓക്കെ. കാരണം നമ്മൾ നോമ്പിൽ പലപ്പോഴും ഫുഡ് കഴിക്കുന്ന അളവ് കുറവായിരിക്കും. അപ്പോൾ മസിൽ ലോസ് വരാൻ സാധ്യതയുണ്ട്. അത് മസിൽ ലോസ് വരാതിരിക്കാനായിട്ട് നോമ്പിൽ വർക്കൗട്ട് ചെയ്യണം മിതമായ രീതിയിൽ. നോമ്പ് കാലത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ടൈം ഉണ്ടോ? നമ്മുടെ നോമ്പ് തുറന്ന് ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour കഴിഞ്ഞിട്ട് ചെറുതായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഫ്രൂട്ട്സും ജ്യൂസും അതുപോലെ കുറച്ച് ചെറിയ പ്രോട്ടീൻ റിച്ച് ഫുഡ്, വല്ലാണ്ട് ഓയിലി ഫുഡ് കഴിക്കാണ്ട് ഒരു പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിച്ചിട്ട് ഒരു 45 മിനിറ്റ്സ് to 1 hour കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ. ഏറ്റവും നല്ല വെച്ചാൽ നോമ്പ് നമ്മൾ ജിം അടുത്താണെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് നടന്നു പോകുന്നത് ഏറ്റവും ബെസ്റ്റാണ്. നോമ്പ് കാലത്ത് എക്സസൈസ് ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എന്ത് തരം എക്സസൈസ് ആണ് നമുക്ക് പോസിബിൾ, അല്ലെങ്കിൽ എങ്ങനെ എക്സസൈസ് ചെയ്യാൻ പറ്റും? 2 തരം എടുക്കാം. നമുക്കൊന്നെങ്കിൽ നമ്മൾ വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാർഡിയോ ചെയ്യാം. ഇനി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദാഹരണം ഒരാൾക്ക് ഒരു 10 കിലോ ഈസിയായി ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു 15 വട്ടം ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ആ 10 കിലോ കുറച്ചിട്ട് 5 കിലോ ആക്കുക. എന്നിട്ട് നമ്മൾ റെപ്പിറ്റേഷൻ നമ്പർ ഒരു 15 5 10 ആക്കുക. നമ്മൾ നോമ്പിൽ ബേസിക്കലി ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ ബോഡി മെയിൻ്റനൻസ് ആണ്. മസിൽ ഗ്രോത്ത് ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് അളവ് കുറവായിരിക്കും. അപ്പം നമ്മളൊരു മെയിൻ്റനൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഇനി നമ്മൾ കാർഡിയോ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ കാർഡിയോൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് നന്നായി ഒരു 10 കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ പറ്റുന്ന ആളാണെങ്കിൽ അതൊരു 7 കിലോമീറ്റർ 6 കിലോമീറ്റർ സ്പീഡാക്കുക. മൈൽഡ് റണ്ണിങ് ഒരു മൈൽഡ് വാക്കിംഗ് ഇത് മതി. കൂടുതലായിട്ട് എക്സേർട്ട് ചെയ്യാൻ നിൽക്കരുത്. അതാണ് ബേസിക് റൂൾ. നമ്മൾ ചെയ്യുന്നത് ഒന്ന് ലൈറ്റ് ആക്കുക. നമ്മളിപ്പോൾ നോമ്പ് കാലത്ത് എനർജി ഭയങ്കര ലോ ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും വർക്ക്, അതുപോലെ തന്നെ പള്ളിയിൽ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും റീസ്കെഡ്യൂളായി പോകാറുണ്ട്. സോ ആ ഒരു ടൈമിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നാണ് ഡോക്ടർ പറയുന്നത്? നമ്മൾ ആക്ച്വലി നമ്മുടെ വീട്ടിൽ ചെറിയൊരു റെസിസ്റ്റൻസ് ബാൻഡ് മേടിക്കുക. ഓക്കെ. അതുപോലെ നമുക്ക് പുഷപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കുറച്ച് പുഷപ്പ് ചെയ്യുക, കുറച്ച് അബ്ഡോമിനൽ എക്സസൈസ് മൈൽഡായി ചെയ്താൽ മതി. ഇത് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റാണ് വേണ്ടത്, ചെയ്യാതിരിക്കാൻ. ചെയ്യാൻ പറ്റണേ ചെയ്യുക. അത് ചെറിയ രീതിയിൽ കുറച്ചൊരു പുഷപ്സ്, കുറച്ചൊരു അബ്ഡോമിനൽ എക്സസൈസ്, ചെറിയൊരു ലോ ഇൻറ്റൻസിറ്റി കാർഡിയോ, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് നല്ലതാണ്. മൈൻഡ് സെറ്റാണ് വേണ്ടത്.